I want to win the Champions League. I am in at the best club of the world. കിലിയൻ എംബാപ്പയുടെ ഒരു പ്രസ്താവനയാണ്. ഞാൻ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കും, ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിലാണ് നിലവിൽ ഉള്ളത് എന്നാണ് കിലിയൻ എംബാപ്പെ പറഞ്ഞത്. ചാമ്പ്യൻസ് ലീഗ് നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ആ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം റയലിൽ എത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം PSG അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, അദ്ദേഹം ഒറ്റയ്ക്ക് ശ്രമിച്ചു കവാനിൻ്റെ കൂടെയൊക്കെ, അതുപോലെ നെയ്മറിൻ്റെയും ലയണൽ മെസ്സിനെയൊക്കെ കൂട്ടുപിടിച്ചെങ്ങാണ്ട് ശ്രമിച്ചു. പക്ഷേ വിഫലമായി, ഒന്നും നടന്നില്ല. വലിയ മികച്ച സ്ക്വാഡൊക്കെ ഉണ്ടായിട്ട് നെയ്മർ, മെസ്സി, എംബാപ്പെ പോലുള്ള ഒരുപാട് മികച്ച, റാമോസ് പോലുള്ള ഒരുപാട് മികച്ച താരങ്ങൾ അണിനിരന്നിട്ടും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ആ ഒരു നേട്ടത്തിനരികെ കിലിയൻ എംബാപ്പയ്ക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രസ്താവനയാണ്, റയൽ മാഡ്രിഡിൽ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളത്. കാരണം റയലിൽ ഇപ്പോൾ അത്ര നല്ലൊരു അവസ്ഥയിലല്ല എംബാപ്പെ ഉള്ളത്. വന്നത് മുതലേ പല എന്താ പറയുക, ഒരു മോശം സിറ്റുവേഷന് ചില മത്സരങ്ങൾ തോൽക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവല് കാണിക്കാനുള്ള അവസരങ്ങൾ മീൻസ് അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഫോം ഔട്ടിൻ്റെ ഒരു അവസ്ഥ, അതുപോലെ ഗോളുകൾ അടിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം വന്നത് മുതൽ ചില മത്സരങ്ങളൊക്കെ റയൽ തോൽക്കുമ്പോൾ ഒരുപാട് ഫാൻസ് ആളുടെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞ് ചില ഫാൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ജേഴ്സി കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഇപ്പോൾ എംബാപ്പെ 1-2 പ്രസ്താവനകൾ ചെയ്തിട്ടുള്ളത്. റയൽ മാഡ്രിഡിനായിട്ട് ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നേടും, കാരണം ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിലാണ് നിലവിലുള്ളത് എന്നുള്ള 1-2 പ്രസ്താവനകൾ. ഏതായാലും റയൽ ഇപ്പോൾ നിലവിൽ കുറച്ച് മത്സരങ്ങളൊക്കെ മുന്നേ തോറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാർലോസ് എൻചെലോട്ടിയെ പുറത്താക്കിയേക്കും എന്നുള്ള വാർത്തകൾ വരെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു അവസ്ഥയിലൂടെയാണ് അതിലൊക്കെ കൂടുതലും ആളുകൾ കുറ്റപ്പെടുത്തുന്നത് കിലിയൻ എംബാപ്പയെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വരവാണ് റയലിനെ താഴത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പൊസിഷന് തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ഫോം ഔട്ടിന് കാരണം. വിനീഷ്യസ് ജൂനിയർ ആൾറെഡി അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ കളിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റാൻ കാർലോസ് എൻചെലോട്ടി തയ്യാറല്ല. കാരണം ആ ഒരു പൊസിഷനിൽ വിനീഷ്യസ് അത്രയും മികച്ച നിലയിലാണ് അവിടെ പെർഫോം ചെയ്യുന്നത് റയലിൽ വർഷങ്ങളായിട്ട്. പെട്ടെന്ന് അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് എംബാപ്പയെ കളിപ്പിക്കാൻ എൻചെലോട്ടി തയ്യാറല്ല. അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മളെ കരീം ബെൻസിമ പറഞ്ഞ മാതിരി എംബാപ്പയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അദ്ദേഹത്തെ എൻചെലോട്ടി കളിപ്പിക്കുന്ന ആ പൊസിഷനിൽ പെർഫോം ചെയ്തിട്ട് ബെറ്ററാക്കി ഓരോ മത്സരങ്ങളും ബെറ്ററാക്കി കൊണ്ടുവരിക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് ഇനി റയലിൽ ചെയ്യാനാവുക. ഏതായാലും ഇപ്പോൾ അദ്ദേഹം 1-2 കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് നേടാൻ പറ്റിയ ഏറ്റവും മികച്ച ക്ലബിലാണ് ഞാൻ വന്നിട്ടുള്ളത്, അത് നേടുക തന്നെ ചെയ്യും എന്നുള്ളത്.